അപ്പോൾ എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നുള്ള പഠനത്തിൽ 5-ാം അധ്യായമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമുക്ക് 5-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതൽ 14 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടോടുകൂടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിപ്പിച്ചു. ഇന്ദ്രിയങ്ങളുമായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ മുമ്പിൽ എന്താണ് പറഞ്ഞത്? മുമ്പിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, കർത്താവായ യേശുവും ലേവിയ പൗരോഹിത്യവും, അതിൽ പ്രത്യേകിച്ച് അഹരോനെ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം മഹാപുരോഹിതൻ്റെ ദൗത്യവും യേശു ക്രിസ്തുവിൻ്റെ ദൗത്യവും ആ ശുശ്രൂഷകൾ തമ്മിലുള്ള താരതമ്യ പഠനമാണ് നമുക്കിവിടെ ആദ്യം തെളിയിച്ച് തന്നത്. അപ്പോൾ അതിനുശേഷമാണ് ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്. കാരണം മഹാപൗരോഹിത്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്തു ആളുകളെ. അത് അഹരോന്റെ മക്കളെ ഒക്കെ തിരഞ്ഞെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുക്കാത്ത ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വതവേ എടുത്ത ആളുകൾ, അവർക്ക് വളരെ ശിക്ഷ ലഭിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിങ്ങനെ വന്നു. മഹാപൗരോഹിത്യൻ ഇല്ലെങ്കിൽ യേശു താൻ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്ന് വെച്ചാൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ യേശു തന്നെ സ്വയം ശൂന്യനാക്കി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണവൻ, അഖിലാണ്ടത്തിന്റെ മുഴുവന്റെയും ഉടയനാഥനാണ്. ഇല്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയവൻ. തൻ്റെ മൂക്കിൽ ശ്വാസത്താൽ പ്രപഞ്ചഗോളങ്ങൾ സൃഷ്ടിച്ചവനാണ്. എല്ലാത്തിൻ്റെ അധികാരിയാണ്. ആ അധികാരിയെ പുത്രനാണ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ തന്നെ പിഴിഞ്ഞു നൽകി എന്നുള്ളത് കാണാൻ സാധിക്കുന്നത്. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അവൻ അനുസരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അവൻ എന്ത് ചെയ്തു? എങ്ങനെ നമ്മൾ അനുസരിക്കണമെന്ന് കാണിച്ചു തന്നു. അവന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവൻ കാണിച്ചു തന്നു. ഇതൊക്കെയാണ് നമുക്കിവിടെ മുൻപ് നമ്മൾ 7 മുതലെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് പറയണം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറയാണ്, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചു വരിക്കുന്നു. അതായത് ദൈവം ഏൽപ്പിക്കുന്നതാണ്, അല്ലാതെ സ്വയമായിട്ട് ആർക്കും എടുക്കാൻ പാടുള്ളതല്ല. കോരഹ്, അബീരാം, ഇങ്ങനെ തുടങ്ങിയ നാദാബ്, ഇങ്ങനെ തുടങ്ങിയ ആളുകളെല്ലാം സ്വയം ആഗ്രഹിച്ചു, സ്വയം ഏറ്റെടുക്കാൻ ശ്രമിച്ചു. എന്ത് സംഭവിച്ചു? ഭൂമി വാവിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു അവരെ. ഉസിയ രാജാവ് എന്ത് ചെയ്തു? ശരിക്കും ഉസിയ രാജാവ് ആ കാര്യത്തെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കുഷ്ഠം ബാധിച്ചു. ദൈവം ഏൽപ്പിക്കുന്നതല്ലാതെ, അതാണ് ഇവിടെ പറയണത്. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. എന്നിട്ടാണ് പറഞ്ഞത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് മാത്രമല്ല, താഴേക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. എന്തുകൊണ്ടാണ് ഇവർ മാന്യമുള്ളവരായി തീർന്നതെന്ന് പറയുന്നത്? അത് ഇന്ന് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ടാണ് അവർ മാന്യമുള്ളവരായി തീർന്നത്? എന്താണ് ഈ മാന്യം? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 12-ാം വാക്യത്തിൽ കാണാം, കാലം നോക്കിയാൽ.
ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളിൽ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് കട്ടിയായ ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. എന്നിട്ട് അവരാണ് പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അപ്പൊ ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ? ഇപ്പൊ എബ്രായ ലേഖനം എഴുതുമ്പോൾ അതിനു മുമ്പ് കൊരിന്ത്യ ലേഖനവും മറ്റു ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ സമയത്തുമെല്ലാം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പം എന്താണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത്? എന്താണ് ആവശ്യമായിരിക്കുന്നത്? 2 പത്രോസ് 3:18 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അപ്പം എന്താ പറയുന്നത്? കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. എല്ലാ കാര്യത്തിനും ഒരു ആരംഭമുണ്ട്, വളർച്ചയുടെ പടികളുണ്ട്, പൂർണ്ണതയിലെത്തുന്ന ഒരു സ്റ്റേജുണ്ട്. ഏതൊരു കാര്യവും ആരംഭിക്കുന്നു, വളരുന്നു, പൂർണ്ണതയിലെത്തുന്നു. ഒരു ചെടി നട്ടാലും എന്താണ്? ഒരു വിത്താണെങ്കിലും ഒരു ആരംഭമുണ്ട്, വളർച്ചയുണ്ട്, ഫലം കായ്ക്കുന്നതിൻ്റെ പൂർണ്ണതയുണ്ട്. മനുഷ്യനായാലും മൃഗങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും ലോകത്തിൽ എന്ത് കാര്യങ്ങളായാലും ആരംഭമുണ്ട്, വളർച്ചയുടെ പടിയുണ്ട്, പൂർണ്ണതയുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ എത്ര അധികം ദൈവം അത് ചെയ്തിരിക്കുകയാണ്. ദൈവം നട്ടു, ഇല്ലെങ്കിൽ പൗലോസ് പറയാണ് ഞാൻ നട്ടു, അല്ലെങ്കിൽ അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. അപ്പം നോക്കാം, നടുന്നു, നനച്ചു വളർത്തുന്നു, ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അത് പൂർണ്ണതയിലെത്തുന്ന വളർച്ചയിലേക്ക് വരികയാണ് കാര്യങ്ങൾ. അപ്പം ദൈവം ഒരു ആത്മീയ സൃഷ്ടിയെ, ദൈവത്തിൻ്റെ ഒരു പൈതലിനെ അവനെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ജനിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ഒരിക്കൽ ജനിച്ചു അപ്പനെ അമ്മയിൽ നിന്നൊക്കെ നമ്മൾ ജഡിക പ്രകാരം നമ്മൾ ജനിച്ചവരാണ്, ജഡപ്രകാരം നമ്മൾ ജനിച്ചവരാണ്. പക്ഷേ വീണ്ടും ജനിച്ചത് ആരിൽ നിന്നാണെന്ന് പറയുന്നത്? ദൈവത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. ദൈവത്തിൻ്റെ വചനത്താൽ, ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടു. വീണ്ടും ജനിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ ഇപ്പം നമ്മുടെ മുമ്പിൽ ടിയാറ, അതേപോലെ തന്നെ ഉമ്മയൊക്കെ കുഞ്ഞുങ്ങളായിട്ട്, തീരെ ശിശുക്കളായിട്ട് അവരുണ്ട്. അവരൊരിക്കൽ ജനിച്ചു, അവരിപ്പോൾ വളർച്ചയുടെ പടിയിലേക്കാണ്. അവരിപ്പോൾ പാല് കുടിക്കുന്നു, അതോടൊപ്പം അവരുടെ വിശപ്പിനനുസരിച്ച് എന്ത് കൊടുക്കുന്നു? ആഹാരം കൊടുക്കുന്നു. അവരുടെ വിശപ്പിനനുസരിച്ച് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ വളർച്ച, ആരോഗ്യം, ബലം പ്രാപിച്ച് അവർ ഏത് അവസ്ഥയിലേക്ക് എത്തുന്നു? പക്വതയിലേക്ക് എത്തുന്നു. അതുപോലെ ആത്മീയമായി നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട ശിശുക്കളാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമുക്ക് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കേണ്ട ഒരു ദാഹം, വിശപ്പ് നമുക്ക് ആവശ്യമാണത്. പക്ഷെ അതിനനുസരിച്ച് എപ്പോഴും പാല് തന്നെ കുടിക്കാനല്ല, അതിനനുസരിച്ച് നമുക്ക് ഇവിടെ പറയുന്ന പോലെ ഇപ്പോഴും നിങ്ങൾക്ക് വർഷങ്ങൾ കുറേയായി, പക്ഷെ ഇപ്പോഴും എന്താ ആവശ്യമായിരിക്കുന്നു? കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമെന്ന് വന്നിരിക്കുന്നു. കുറച്ചു കാലം നമ്മൾ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരായി തീർന്നാൽ അവസാനം കട്ടിയായ ആഹാരം കഴിക്കാൻ പറ്റൂല. നമുക്ക് കട്ടിയായ ആഹാരം കഴിക്കണമെങ്കിൽ നീതിയുടെ വചനത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നീതിയുടെ വചനവുമായിട്ട് പരിചയം. നീതിയുടെ വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു, പഠിക്കുന്നു, വീണ്ടും ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നീതിയുടെ വചനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചും പരിജ്ഞാനം, പത്രോസ് പറഞ്ഞ പോലെ കൃപയിലും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. വളരേണ്ട സ്റ്റേജാണ്. അപ്പം ആ ഒരു കാര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് 14-ാം വാക്യത്തിൽ ഇവിടെ കാണാം, കട്ടിയായ ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് ഭൗതികമായ ഒരു പ്രായത്തെക്കുറിച്ചല്ലേ പറയണത്, ആത്മീയമായി നമ്മൾ ചെലവഴിക്കുന്ന പ്രായം. എത്ര വർഷം കഴിഞ്ഞു എന്നുള്ളതല്ല വിഷയം. ചിലപ്പോൾ 1 വർഷമായിരിക്കും, 2 വർഷമായിരിക്കും. പക്ഷേ ആ വ്യക്തിയുടെ അധ്വാനം എന്തിനു വേണ്ടിയിട്ടാണ് അവൻ മാറ്റി വെക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിൽ, പഠിക്കുന്നതിൽ, മനഃപ്പാടമാക്കുന്നതിൽ, വേറെ ആൾക്കാരെ പഠിപ്പിക്കുന്നതിൽ, പഠിക്കുന്ന സത്യം, ഗ്രഹിക്കുന്ന സത്യങ്ങളെല്ലാം മറ്റുള്ളവരുമായി പങ്കു വെക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തി
കൃപയിലും കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുകയാണ്. അങ്ങനെ വളരുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്നും പാല് മാത്രം ദാഹിച്ചുകൊണ്ടിരിക്കുന്നവരോ എന്നുവെച്ചാൽ നീതിയുടെ വചനവുമായിട്ട്, ദൈവത്തിൻ്റെ വചനവുമായിട്ട് വർഷങ്ങൾ കഴിയുന്തോറും വചനവുമായിട്ട് നമുക്ക് പരിചയം വരുന്നില്ലെങ്കിൽ നമ്മൾ ഏതവസ്ഥയിൽ തന്നെ നിൽക്കുമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. ഈ ഹെബ്രായ ലേഖനം എഴുതുമ്പോൾ അവരും ഏത് സ്റ്റേജിലാണ് ഇപ്പോഴും? പാൽ കുടിക്കാൻ. നിങ്ങൾക്ക് പറയണതാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട്, നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. തെളിയിച്ചു തരുവാൻ വിഷമമാണ്. അശ്രദ്ധ എപ്പോഴും ഒരു വചന വായന, ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ നമ്മൾ വചനം പഠിപ്പിക്കാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ വചനം വായിക്കുന്നവരുടെ കേൾവി ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കേൾവിയും വ്യത്യാസമുണ്ട്. വചനം സ്ഥിരമായിട്ട് വചനത്തെ വായിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ വചനം പഠിപ്പിക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യണത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും കാര്യങ്ങൾ പറയുന്നത്. വചനം വായിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ ആദ്യം വചനം വായിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെ എന്തായാലും പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തുവിന് ശേഷം, അതായത് കർത്താവ് വന്നു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വീണ്ടും അവർ കാലഹരണപ്പെട്ട ന്യായപ്രമാണത്തെ വീണ്ടും ആചരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് നമ്മുടെ ബാഗ് നിറച്ച് 1000-ന്റെ നോട്ടും വെച്ചുകൊണ്ടിരുന്നാലും 1 കിലോ പച്ചക്കറി മേടിക്കാൻ പറ്റുമോ മാർക്കറ്റിൽ പോയി? ഞാനൊരു ബാഗ് നിറച്ച് 1000-ന്റെ നോട്ട് തരാം, എനിക്ക് 1 കിലോ പച്ചക്കറി തരാമെന്ന് വെച്ചാൽ പൂണ്ടെ കത്തിക്കാൻ പറയും അല്ലേ? കാരണം അതെന്തില്ല, കാലഹരണപ്പെട്ട നോട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും തന്നെ കിട്ടില്ല, അത് വിലയില്ല എന്ന് പറഞ്ഞ പോലെ കാലഹരണപ്പെട്ട നിയമം, ദൈവം എടുത്തു മാറ്റിയ നിയമം പ്രമാണിച്ചുകൊണ്ടിരിക്കുക. പരിച്ഛേദന ഏൽക്കുന്നു, ദേവാലയത്തിൽ പോകുന്നു, ഉത്സവങ്ങൾ ആചരിക്കുക. പണ്ട് ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി അവസാനിച്ച നിയമം പാലിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം കർത്താവ് പുതിയ ഉടമ്പടി, പുതിയ വിൽപ്പത്രം, അവൻ എഴുതിയ വിൽപ്പത്ര പ്രകാരമുള്ള പുതിയ ഉടമ്പടി, പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കെ ആ നിയമത്തിലേക്ക് കടന്നു പോകുന്നതിന് പകരം, അതനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നതിന് പകരം കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇത്രയും വർഷം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ അത് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ, പൂർണ്ണത എത്താൻ. പരിച്ഛേദന ഏറ്റാലേ ഒരു ക്രിസ്ത്യാനിയാകാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്ത് കൂട്ടിക്കുഴച്ചുകൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സത്യത്തിൽ നിന്ന് അകന്നു പോകും. അപ്പം അതുകൊണ്ട് കാലഹരണപ്പെട്ട നിയമം അവരനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതുന്നത്. കൂടാതെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അവർ വളരണം എന്ന് കാണിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഏകയാഗത്താൽ, അതായത് നമ്മൾ എബ്രായ ലേഖനം 10:14 വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 10:14, ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പണ്ട് അർപ്പിച്ചിരുന്ന കാളകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും മറ്റ് പ്രാക്കളുടെയും ഇങ്ങനെയുള്ള യാഗങ്ങളിലൂടെ അല്ല, അങ്ങനെയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ അർപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഹോമയാഗങ്ങൾ, പാപയാഗങ്ങൾ, അകൃത്യയാഗങ്ങൾ, ഇങ്ങനെയുള്ള യാഗങ്ങളിലൂടെ അല്ല കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടത്. നമ്മുടെ പാപങ്ങൾ, മനുഷ്യന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടത് ആ യാഗത്തിലൂടെ അല്ല, മറിച്ച് അവൻ ഏകയാഗത്താൽ കർത്താവ് തന്നെ അർപ്പിച്ച യാഗമായി അർപ്പിച്ച് അവന്റെ സ്വന്തം യാഗത്തിലൂടെ, അവന്റെ രക്തത്തിലൂടെ എന്നേക്കുമുള്ള ആ യാഗത്തിൽ എന്നേക്കുമുള്ള വിടുതൽ, അതായത് എന്നേക്കുമായിട്ട് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ്, ഇനി നിങ്ങൾ മറ്റത് ആ യാഗങ്ങൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല, അവൻ ഇത് ചെയ്ത് കഴിഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതേപോലെ 9:12 വാക്യം, എബ്രായ ലേഖനം 9:12 വായിക്കുമ്പോൾ, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതായത് ആ വിശുദ്ധ മന്ദിരത്തിൽ യേശു പ്രവേശിച്ച വിശുദ്ധ മന്ദിരം യെരുശലേം ദേവാലയമായിരുന്നോ?
യെരുശലേം ദേവാലയത്തിൽ അത് എത്തി നോക്കാൻ പോലെ യേശുവിന് കഴിയില്ലാണ്. കാരണം യഹൂദ ഗോത്രത്തിൽ പിറന്നതാണ് യേശു. ഭൂമിയിൽ അവൻ മനുഷ്യനായി ജീവിച്ച സമയത്ത് ദേവാലയത്തിന്റെ അകത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു യേശുവിനെ. കാരണം അവിടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് ആരായിരുന്നു? ലേവ്യ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം. അവർക്ക് മാത്രമേ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ യേശു തൻ്റെ യാഗത്തിലൂടെ, മരണത്തിലൂടെ യേശു പുനരുത്ഥാനം ചെയ്തതിന് ശേഷം അവൻ ജീവന്റെ ശക്തിയാൽ, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്തായി? അവൻ ഏതിലേക്കാണ് പ്രവേശിച്ചത്? അവൻ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നൽകുന്ന മഹാപുരോഹിതൻ, അതിവിശുദ്ധ മന്ദിരമായ ആ സ്വർഗാദി സ്വർഗത്തിലേക്ക് അവന്റെ ആത്മീയ രക്തവുമായി പ്രവേശിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. അതാണ് യേശു ചെയ്തത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ യേശു ആ ഏകയാഗത്തിലൂടെ സൽഗുണപൂർത്തി വരുത്തി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചതിന് ശേഷവും അതിൻ്റെ നിഴലായ ആ കാലങ്ങളിൽ, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ നിഴലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വീണ്ടും ആൾക്കാർ തിരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? അത് ദൈവം വെച്ചാണ്, ദൈവത്തിന്റെ പ്ലാനാണോ? ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോകുന്നത് നമുക്ക് കാണാം. അപ്പം അത് വീണ്ടും, അതായത് ദൈവം എന്ത് ചെയ്തു? എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചാണ് പിന്നെയും പഴയ യാഗങ്ങൾ അർപ്പിക്കുന്ന സ്ഥലത്തേക്ക്, പഴയ യാഗങ്ങൾ അർപ്പിക്കുന്ന പുരോഹിതന്മാരിലേക്ക്, പഴയ യാഗങ്ങൾ അർപ്പിക്കുന്ന ആലയത്തിലേക്ക് അവരുടെ മടങ്ങിപ്പോക്ക് നടക്കുകയാണ്. അപ്പം ആ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പഴയ കെട്ടിടത്തിലല്ല ഇനി ഇത് നടക്കുന്നത്. മൃഗയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറണം. അതിൻ്റെ ആ തിരശ്ശീലക്കകത്തേക്ക് ദൈവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോഴും തിരശ്ശീലയുടെ അകത്തേക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അവസ്ഥ. അങ്ങനെയാണോ? അല്ല. അപ്പൊ ലേവ്യ പുരോഹിതന്മാരാണ് പുരോഹിതന്മാർ എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെയും അപ്പൊ യേശുവിന്റെ മരണത്തിന് ശേഷം നിഴലായിരുന്ന എല്ലാ കാര്യങ്ങളും പരിച്ഛേദന ചെയ്യണമെന്ന് അവർ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിക്കുന്നവരുടെ വാക്ക് കേട്ടുകൊണ്ട് വീണ്ടും പരിച്ഛേദനയിലേക്ക് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താ സംഭവിക്കുന്നത്? 2 വഞ്ചിയിലും കാല് വെക്കുക. അപ്പം ഈ കാര്യങ്ങൾ ആചരിച്ചുകൊണ്ടൊരു കാല് യഹൂദ പാരമ്പര്യം, യഹൂദ ആചാരങ്ങൾ, പരിച്ഛേദന ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് ഒരു കാല് ആ വഞ്ചിയിൽ വെച്ചേക്കുകയാണ്. മറ്റേ കാല് എവിടെ വെച്ചേക്കുകയാണ്? കർത്താവിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരാണ്, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നവരാണ്. പുതിയ നിയമത്തിലേക്ക് ഒരു കാല് വെച്ചേക്കുക. ഇത് രണ്ടും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് ക്ലാരിറ്റി എന്ന് അറിയാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഇന്ന് എന്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ, വ്യക്തമായ കാഴ്ച നമുക്ക് ഇല്ലാതെ പോകും. അത് പഠിക്കണം. ഇപ്പം ഞാൻ പണ്ട് കത്തോലിക്ക സഭയിലായിരുന്നു. അവിടുത്തെ ഒരുപാട് ആചാരങ്ങളും കരിസ്മാറ്റിക്കിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചിരുന്നു, അതനുസരിച്ച് പോയിരുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ അതായത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കർത്താവായ യേശുവിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയണമായിരുന്നു. വേറൊരാളും എന്നോട് ചോദിച്ചാലും എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണമായിരുന്നു. അതിനോട് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം ഞാൻ പഠിക്കണമായിരുന്നു. ദൈവത്തിൻ്റെ വചനം ഇന്ന് ദൈവം എന്താണ് വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തെ തിരുവെഴുത്തുകളെ, അത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായി അതിനെ കീറി മുറിച്ച് എന്ത് ചെയ്യണം? പഠിക്കണം. സത്യവചനത്തെ യഥാർത്ഥമായി വിഭാഗിച്ച് പഠിക്കണം. പഴയ നിയമത്തിൽ ദൈവം എന്താ പറഞ്ഞത്, പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആരാണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എപ്പോഴാണ് സംസാരിക്കുന്നത്, വ്യക്തമായിട്ട് ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കണം. ആരാണ് സംസാരിക്കുന്നത്? ദൈവമായിരിക്കാം. ആരോടാണ് സംസാരിക്കുന്നത്? ചിലപ്പോൾ ഇസ്രായേലിനോടായിരിക്കാം, ചിലപ്പം വേറെ ഏതെങ്കിലും ജാതികളോടായിരിക്കാം സംസാരിക്കുന്നത്. എപ്പോഴാണ് സംസാരിക്കുന്നത്? ചിലപ്പോൾ അടിമത്തത്തിൽ ഇരുന്ന സമയത്തായിരിക്കും സംസാരിച്ചത്, ഇല്ലെങ്കിൽ യോഹന്നാൻ വരുന്നതിന് മുമ്പ് സംസാരിച്ചായിരിക്കാം, ഇല്ലെങ്കിൽ ക്രിസ്തു വരുന്നതിന് മുമ്പ് സംസാരിച്ചായിരിക്കാം, ഇല്ലേ? അപ്പം എന്താണ് സംസാരിക്കുന്നത്? ചിലപ്പോൾ അവർക്ക് വരാമെന്ന ശിക്ഷാവധി ആയിരിക്കും പറയാനുള്ളത്. അതുകൊണ്ട് അവരോട് എന്താ പറയണത്? അവരോട് മാനസാന്തരപ്പെടാനായിരിക്കും പറയണത്. അപ്പം ആരാണ് സംസാരിക്കണത്? ആരോടാണ് സംസാരിക്കണത്? എന്താണ് സംസാരിക്കണത്? എപ്പോഴാണ് സംസാരിക്കണത്? മനസ്സിലാക്കണം. സഭ വരുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണോ, പുതിയ നിയമം വന്നതിന് ശേഷം പറഞ്ഞതാണോ തിരിച്ചറിയണം. ചിലർ ചോദിക്കും, ക്രൂശിൽ കിടക്കുമ്പോൾ കള്ളനോട് യേശു
ഇന്ന് നീ എന്നോട് കൂടി പർദീസയിലിരിക്കും എന്ന് പറഞ്ഞു. കള്ളൻ സ്നാനം ഏറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇന്ന് സ്നാനം ഏൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒഴിയൊഴി പറയുന്നവർ ഇപ്പോഴും അത് ധാരാളം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും പറയുന്ന ആൾക്കാരെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ക്രൂശിലെ കള്ളൻ സ്നാനമേൽക്കേണ്ട ആവശ്യം ക്രൂശിലെ കള്ളൻ, അപ്പോൾ അതായത് അവർ ചിന്തിക്കുന്നതേ ഉള്ളൂ, ക്രൂശിലെ കള്ളൻ വന്നിട്ട് ഇറങ്ങി വന്നിട്ടും കർത്താവ് പറഞ്ഞ കേട്ടിട്ട് സ്നാനമേൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം അവനോട് പ്രത്യേകമായ കാരണം കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അതൊന്നും അല്ല ഇതിൻ്റെ ഉത്തരം. അതൊന്നും അല്ല അതിൻ്റെ ഉത്തരം. ക്രൂശിലെ കള്ളൻ മരിക്കുന്ന സമയത്ത് പുതിയ നിയമം വന്നോ എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ അപ്പൻ ഒരു വിൽപത്രം എഴുതി നിങ്ങളുടെ പേരിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മക്കള് വേണ്ടപ്പെട്ടവരുടെയൊക്കെ പേരിൽ സ്വത്തും അവകാശങ്ങളൊക്കെ എഴുതി വെച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഈ വിൽപത്രം പ്രാബല്യത്തിൽ വരുമോ? ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണ് വിൽപത്രം പ്രാബല്യത്തിൽ വരുന്നത്. അതേപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമമാണിത്. യേശുവിന്റെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എപ്പോഴാണ്? ക്രൂശിൽ കിടക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പാണോ? അല്ല, കർത്താവ് മരിച്ചതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമുക്ക് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരു വിൽപത്രം പോലെയാണ്, വിൽപത്രമാണ്. പുതിയ ഉടമ്പടി, പുതിയ കവനന്റ് ആണിത്, പുതിയ നിയമമാണിത്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ചെയ്യാൻ പോണ പുതിയ ഉടമ്പടി ഇപ്രകാരമായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് ദൈവം പറഞ്ഞ നിയമമാണിത്, പുതിയ ഉടമ്പടിയുടെ കാലം. ആ പുതിയ ഉടമ്പടിയുടെ കാലത്തിൽ യേശു മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അപ്പോസ്തലന്മാരെ വിളിച്ചു, നിങ്ങൾ ഇതാണ് ഇനി മേൽ പഠിപ്പിക്കേണ്ടത്, ഭൂലോകത്തൊക്കെ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറഞ്ഞു. അപ്പൊ യേശു അവരെ 3.5 വർഷം ട്രെയിൻ ചെയ്തു. പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, ദൈവരാജ്യം സംബന്ധിച്ച വിഷയങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചു. അതിനുശേഷം ലോകത്തിലേക്ക് അവരെ അയക്കുകയാണ്. ഇനി പഠിപ്പിക്കേണ്ടത് യഹൂദ പ്രമാണമല്ല, ന്യായപ്രമാണമല്ല, പഴയ നിയമത്തിലുള്ള ആചാരങ്ങളല്ല, യാഗങ്ങളല്ല, ദേവാലയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല, ഉത്സവങ്ങളെ കുറിച്ച് കാര്യങ്ങളല്ല. യേശു അതൊന്നുമല്ല പഠിപ്പിച്ചത്. അതെല്ലാം യേശു അവസാനിപ്പിച്ചു, തൻ്റെ മരണത്തിലൂടെ നീക്കി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. വീണ്ടും ആളുകളെ അവരുടെ പാപത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. അങ്ങനെ വിടുവിച്ച് യേശു മുമ്പോട്ട് കടന്നുപോയ കാര്യങ്ങളാണ് വീണ്ടും പഴയതിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരെ സംബന്ധിച്ച് എന്താ ചെയ്തത്? ഒരു കാലം എവിടെ വെച്ചേക്കണേ? പഴയ നിയമത്തിൽ. ഒരു കാലം പുതിയ ഉടമ്പടിയിലേക്ക്. അങ്ങനെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും ദൈവം ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ 4:20-24 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിൽ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വന്നു വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ ഇന്നൊരു കെട്ടിടമില്ല. ആ കെട്ടിടം AD 70 ദൈവം പൊളിച്ചു കളഞ്ഞു, റോമൻ സൈന്യത്തെ ഉപയോഗിച്ചു. ഇനി ആ കെട്ടിടത്തിന്റെ ആവശ്യമില്ലെന്ന് ദൈവം കാണിച്ചു. അപ്പൊ ഈ കെട്ടിടം പൊളിക്കുന്നതിന് മുമ്പ് AD 70 ദൈവം അത് പൊളിക്കുന്നതിന് മുമ്പ് എഴുതിയ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. അത് പൊളിച്ചിട്ടില്ലെന്ന്. അവിടെ യഹൂദജനം പുതിയ നിയമം വന്നത് അറിയാതെ, യേശുവിലൂടെ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടി അത് പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് തിരിച്ചറിയാതെ, യേശുവിൻ്റെ പെർഫെക്റ്റ് യാഗത്തിലൂടെ എന്നേക്കുമുള്ള വിടുതൽ സംഭവിച്ചു എന്ന് തിരിച്ചറിയാതെ ആ പഴയ ആചാരങ്ങൾ അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം കീറിക്കളഞ്ഞ ആ തിരശ്ശീല അവർ കൂട്ടിത്തുന്നിട്ട് വീണ്ടും ചെയ്യുവാണത്. അപ്പം തിരിച്ചറിവില്ലാതെ കാര്യങ്ങൾ ചെയ്യണം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി ആരാധിക്കുന്നത് യെരുശലേമിലല്ല, ഒരു കെട്ടിടത്തിലല്ല, യെരുശലേമല്ല, ഒരു പ്രത്യേക സ്ഥലത്തല്ല, ഇനി ഒരു പ്രത്യേക കെട്ടിടത്തിലല്ല, ഒരു പ്രത്യേക സമയത്തല്ല, ഒരു പ്രത്യേക ദിവസത്തിലല്ല ഇനി ആരാധന നടക്കുന്നത്. കാരണം ഇന്ന് ദൈവം ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവം പറഞ്ഞു, ഞാൻ അവരിൽ വസിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിൽ നൽകും, അവർക്കൊരു പുതിയ ഹൃദയം ഞാൻ കൊടുക്കും. ഇതൊക്കെയാണ് യെഹെസ്കേലിലും യെരമ്യാവിലും ഒക്കെ പറയുന്നത്.
ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ നൽകും. അവർ എൻ്റെ സത്യങ്ങൾ, എൻ്റെ വഴികളെ അനുസരിച്ച് നടക്കും. ഒരു പുതിയ സമയം, ഒരു പുതിയ ജനം, ഒരു പുതിയ ആരാധനക്രമം നടക്കുവാണ്. അത് പഴയതിനോട് യാതൊരു ബന്ധവുമില്ല. ഒരു പ്രത്യേക സ്ഥലമല്ല, പ്രത്യേക ദിവസമല്ല, പ്രത്യേക ദിവസത്തിലോ അങ്ങനെ ഭൗതികമായ ഒന്നിലുമല്ല അത് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് 1 Corinthians 3:16-19 ഈ വാക്യങ്ങളെല്ലാം 3:16-ലും 6:19 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഇനി നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി യെരുശലേം ദേവാലയത്തിലേക്ക്, ആ തിരശ്ശീലയുടെ അടുത്തേക്കോ ഇല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്റെ അടുത്തേക്കോ ഒരു മൃഗയാഗവുമായിട്ടൊന്നും നിങ്ങൾ ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ മന്ദിരം നിങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരമായ നിങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കാനാണ് റോമർ 12:1-2 പറയുന്നത്. കാരണം നിങ്ങളുടെ ആ ശുശ്രൂഷ ഒരു ലാട്രിയോ എന്ന് പറയുന്ന ശുശ്രൂഷകൾ, അതായത് വ്യക്തമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ സ്വർഗത്തിലാണ് നമുക്ക് ആ ആരാധനയുടെ മുഴുവൻ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ സ്വർഗത്തിൽ സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണ് വീണ് ആരാധിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാം. മൂപ്പന്മാരെ, ദൂതന്മാരെ ഒക്കെ നമുക്ക് കാണാം. അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമസ്കരിക്കുന്നു. ഈ ചിത്രം നമുക്ക് തന്നെന്തിനാ? ഇന്നൊരു ആത്മീയ, കാരണം നമ്മൾ ഇന്ന് കാഴ്ചയാലല്ല വിശ്വാസത്താലത്ര ജീവിക്കുന്നത്. അതാ 2 Corinthians 4-ാം അധ്യായത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും നാൾക്ക് നാൾ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മൾ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എന്താണ് ഈ കാണാത്തത്? പക്ഷെ ഈ കാണാത്തത് നമുക്ക് കാണിച്ചു തന്നേക്കുന്നത് വചനത്തിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എന്താ സംഭവിക്കുന്നത്? 4-ാം അധ്യായം 5-ാം അധ്യായം കാണിച്ചു തരികയും സ്വർഗത്തിലെ ആരാധന അത് കാണിച്ചു തരികയാണ്. ഇന്ന് നമ്മുടെ ഉള്ളിൽ, ഇന്ന് ദൈവം നമ്മളെ ആത്മാവിൽ വീണ്ടും ജനിപ്പിച്ചു. പരിശുദ്ധാത്മാവിൽ ഇന്ന് നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ ഈ ആത്മാവിൽ യേശു പറഞ്ഞതാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. പഴയ നിയമത്തിൽ ആർക്കും പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തിട്ടില്ല. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നില്ല. പുതിയ നിയമത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്തിനാ? അത് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. 37 മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കണം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, യേശു ദേവാലയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് അവൻ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. യേശു തിരസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ യേശു സ്വർഗത്തിലേക്ക് പോകാതെ പരിശുദ്ധാത്മാവിനെ അയക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ യേശു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ചു. അങ്ങനെ പെന്തക്കോസ്താ ദിവസം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിലൂടെ, പത്രോസ് പ്രത്യേകിച്ച് പ്രസംഗിച്ച പ്രസംഗത്തിലൂടെ അത് കാണിച്ചു കൊടുത്തു. യേശു സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണിച്ചു തന്നു. ജോയൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെയുള്ള പ്രവചനം നിവൃത്തിയായി വന്നു എന്ന് കാണിച്ചു തരുന്നു. എല്ലാ ജനത്തിന്റെ മേലും പരിശുദ്ധാത്മാവിനെ കൊടുക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആരംഭമായിരുന്നത്. അത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം യഹൂദന്മാരെ കേന്ദ്രീകരിച്ചും അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ജാതികളെ കേന്ദ്രീകരിച്ചു. പ്രവേശനം, ദൈവം എല്ലാവർക്കും പ്രവേശനം കൊടുത്തു. ആ പ്രവേശനം കൊടുത്തതിന് ശേഷം ദൈവം എല്ലാവരിലും, സകല ജാതികൾക്കും ദൈവം പരിശുദ്ധാത്മാവിനെ, യഹൂദന് മാത്രമല്ല എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാനുള്ള പദ്ധതിയാണ് ദൈവം ഒരുക്കിയത്. കാരണം യേശു പറഞ്ഞ പോലെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കാനുള്ള നാഴിക ഇപ്പോൾ വന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ വരാതെ കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന ജീവിതങ്ങൾ ആത്മാവിന്റെ സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി ദൈവത്തെ നമസ്കരിക്കുന്നത് പ്രത്യേക സ്ഥലത്തല്ല, പ്രത്യേക കെട്ടിടത്തിലല്ല, പ്രത്യേക ദിവസത്തിലല്ല, അത് പ്രത്യേകമായ ഒരു സമയമോ വർഷമോ ഇല്ല. എപ്പോൾ നാം ആത്മാവിൽ ജനിച്ചോ, വീണ്ടും ജനിക്കപ്പെടുവാൻ, വെള്ളത്താലും, യേശു പറഞ്ഞ പോലെ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുവാനുള്ള ആ സമയം. യോഹന്നാൻ 3:3-5 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്,
അതായത് നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കില്ല, ദൈവരാജ്യം കാണാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാതെ. ദൈവമാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. പണ്ട് നയമാനെ എലീശാ പറഞ്ഞ പോലെ നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങ്, നിന്റെ കുഷ്ഠം മാറും. അവൻ ആദ്യം വിശ്വസിച്ചില്ല, ദേഷ്യപ്പെട്ടു. പക്ഷെ അവൻ്റെ ദാസൻ പറഞ്ഞ പോലെ അവൻ ചെയ്തപ്പോൾ 7 പ്രാവശ്യം അവൻ വെള്ളത്തിൽ യോർദാനിൽ മുങ്ങിയപ്പോൾ അവൻ്റെ കുഷ്ഠം പൂർണ്ണമായിട്ടും മാറി. ഇത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടുള്ള അനുസരണമാണ്. ആ വെള്ളം കലക്കവെള്ളമായിരിക്കാം. അതാണ് നയമാൻ ക്രുദ്ധിച്ചിട്ട് അവൻ പോയത്. ഇതിനേക്കാളും നല്ല വെള്ളം എൻ്റെ നാട്ടിലുണ്ടല്ലോ. പക്ഷേ ദൈവത്തോടുള്ള അനുസരണം. ദൈവം പറഞ്ഞു, വിശ്വസിക്കാൻ സ്നാനമേൽക്കുന്ന ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ദൈവത്തിന് കഴിയുന്നു. അവൻ്റെ രക്തം നമ്മളെ പാപങ്ങളെ മോചിച്ചു, പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ മുദ്രയിട്ടു, വീണ്ടെടുത്തു. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുവന്നത്. ഇതാണ് പുതിയ നിയമത്തിലുള്ള, അല്ലെങ്കിൽ ആ ഒരു വിൽപ്പത്ര പ്രകാരമുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ വിൽപ്പത്രത്തിൽ, പുതിയ വിൽപ്പത്രത്തിൽ ദൈവം എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന സത്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ജീവനുള്ള യാഗം അർപ്പിക്കുന്ന ജീവനുള്ള രാജകീയ പുരോഹിത വർഗമാണെന്ന് ആര്? ക്രിസ്ത്യാനി. അതുകൊണ്ട് നിയമകർത്താവായ യേശു എഴുതിയ വിൽപ്പത്രം, ആ നിയമം തൻ്റെ മരണത്തോടെ പ്രാബല്യത്തിൽ വന്നു. അതിനാൽ പഴയതിന് എന്ത് സംഭവിച്ചു? അതുവരെ ആചരിച്ചിരുന്ന പഴയത് കാലഹരണപ്പെട്ടു. എബ്രായ ലേഖനം 10:9 നമുക്ക് വായിക്കാം. എബ്രായ 10:9. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ദൈവത്തിന്റെ ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം പ്ലാൻ ചെയ്ത പദ്ധതി, അതായത് വർഷങ്ങളായിട്ട് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പദ്ധതി, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചെയ്ത് രണ്ടാമത്തേനെ, അതായത് ഈ പുതിയ നിയമത്തെ, പുതിയ ഉടമ്പടിയെ സ്ഥാപിക്കാൻ പഴയ ഉടമ്പടിയെ ദൈവം നീക്കിക്കളഞ്ഞു. അതാണ് പറയണത്. 8:13 വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 8:13. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. അപ്പൊ പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ എന്ത് ചെയ്തു? ദൈവം പഴയതാക്കി. ഇന്നിപ്പോ പുതിയ നോട്ട് ഏതാണ്? നമ്മുടെ 2000-ന്റെ നോട്ട് ഇപ്പൊ പുതിയ നോട്ടാണ്. അതിന് പകരം നേരത്തെ ഉണ്ടായിരുന്നത് എന്താണ്? 1000-ന്റെ നീക്കി കാലഹരണപ്പെട്ട് അതിന് പകരം കൊണ്ടുവന്നതാണ് 2000-ന്റെ ഇന്ന് നോട്ട്. അതിന് ഇന്ന് വിലയുണ്ട്, മറ്റേതിന് വിലയില്ല. കാലഹരണപ്പെട്ടു. അതുപോലെ ഗലാത്യ ലേഖനം 3:15 വാക്യം എന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇന്നത്തെ വിൽപ്പത്രം എഴുതുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരപ്പൻ മക്കൾക്ക് വേണ്ടി എഴുതിയ വിൽപ്പത്രം, അത് മനുഷ്യരുടെ ഇടയിലുള്ള സമ്പ്രദായമാണ്, മനുഷ്യരുടെ ഇടയിലുള്ള ഒരു നിയമമാണ്. എന്നിട്ട് പോലും അത് എത്രമാത്രം ഉറപ്പുണ്ട്, അതിന് എത്രമാത്രം ഉറപ്പുണ്ട്. അത് ആ ഉടമ്പടി പ്രകാരം, അല്ലെങ്കിൽ ആ വിൽപ്പത്ര പ്രകാരം മാത്രമേ കോടതി അംഗീകരിക്കുകയുള്ളൂ. അതിന് വിലയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിന് എത്രമാത്രം. അപ്പം പൗലോസ് പറയുന്നതാണ്, സഹോദരന്മാരെ, മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഒരു കൃത്യമായ ഒരു കാര്യം അതാണിത്. അത് ഒരു മനുഷ്യരുടെ നിയമമായാലും അതിനെ ഉറപ്പ് വന്ന ശേഷം ദുർബലമാക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ എബ്രായ ലേഖനം 9:15 നമ്മൾ വായിക്കുമ്പോൾ ഉറപ്പിക്കണത്, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ഓക്കെ, താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ ആവശ്യം, മരിച്ച ശേഷമുള്ളോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ടാണ് നിയമകർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ കള്ളനോട് എന്ത് പറഞ്ഞില്ല? നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ, നിനക്ക് പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ നീ സ്നാനപ്പെടണമെന്ന് ആര് പറഞ്ഞില്ല? യേശു ക്രൂശിലെ കള്ളനോട് പറഞ്ഞില്ല. കാരണം അന്ന് പരിശുദ്ധാത്മാവിനെയും കിട്ടൂല. കാരണം യേശു സ്വർഗത്തിലേക്ക് പോകാതെ ആര് വരില്ല? പരിശുദ്ധാത്മാവ് വരില്ല. അവന് പാപമോചനം നിയമകർത്താവായ യേശുവിന് ചെയ്യാൻ അധികാരമുണ്ട്. യേശു ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് പാപമോചനം, മകനെ നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, മകളെ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, അധികം മോശമായി സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവന് മനുഷ്യപുത്രന് പാപങ്ങളെ നീക്കുവാൻ അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ അവനൊരു നിയമം എഴുതി വെച്ചു. അവന്റെ മരണത്തിന് ശേഷം അവൻ പോലും അനുസരിക്കുന്നത് എന്താണ്? ആ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് യോഹന്നാൻ 12:48 വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാൾ നിങ്ങളെ ന്യായം വിധിക്കും. യേശു തന്നെ ന്യായം പോലും വിധിക്കാൻ പോണത്
യേശു സംസാരിച്ച വചനം വെച്ചുകൊണ്ടാണ്. അവൻ എഴുതിയ പുതിയ ഉടമ്പടി പ്രകാരം തന്നെയാണ് യേശു സകലതും ചെയ്യാൻ പോണത്. ന്യായം പോലും വിധിക്കാൻ പോണത് അവൻ അത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം കാര്യങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇന്ന് ലഭിക്കാനും ന്യായപ്രമാണം ആചരിച്ചുകൊണ്ടാണ് അവർക്ക് ലഭിച്ചത്. അപ്പൊ എബ്രായ ലേഖനം സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ വളരെ വിഷമമുണ്ട്. കാര്യം നിങ്ങൾ ഇത്രയും വർഷങ്ങളായി ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട ഒരു കാലത്തിലേക്ക് നിങ്ങൾ വന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് തന്നെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യം വന്നിരിക്കുന്നു? തിരുവെഴുത്തുകളുടെ ആദ്യ പാഠം പഠിപ്പിച്ചു തരാൻ ആവശ്യമായിരിക്കുന്നു. പാലാണ് ഇപ്പോഴും നിങ്ങൾക്ക് ആവശ്യം. കട്ടിയാഹാരം കഴിക്കാനായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും നിങ്ങൾക്ക് അത് സംഭവിച്ചതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? ഒരാൾക്ക് പാപമോചനം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ക്ലാരിറ്റി ഉണ്ടോ? പരിശുദ്ധാത്മ ഒരാൾക്ക് എങ്ങനെ കിട്ടണമെന്ന് ക്ലാരിറ്റി ഉണ്ടോ? സ്നാനത്തിന് മുമ്പ് ആൾക്കാർക്ക് പാപമോചനം കിട്ടുമോ? അത് ക്രൂശിലെ കള്ളന് പാപമോചനം ദൈവം കൊടുത്തതുകൊണ്ട് ഇന്ന് സ്നാനമേറ്റില്ലെങ്കിലും പാപമോചനം കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം? ക്ലാരിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായ ക്ലാരിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ് ലഭിച്ച ന്യായപ്രമാണം ആചരിച്ചുകൊണ്ടാണോ ഇത് അവരുടെ ഗലാത്യ ലേഖനം, ഇത് രണ്ടും കൂടി, ഈ എബ്രായ ലേഖനവും ഗലാത്യ ലേഖനവും, ഈ അതായത് പ്രത്യേകിച്ച് എബ്രായ ലേഖനം എഴുതുന്നതിന് കുറച്ച് മുമ്പാണ് ഗലാത്യ ലേഖനം എഴുതിയത്. അതിലും ഇതേ കാര്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വിഷയം ഇത് തന്നെയാണ്. യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നതിന് ശേഷം അവർ ക്രിസ്തീയ മാർഗം വിട്ടുകൊണ്ട് വീണ്ടും പരിച്ഛേദന നിയമങ്ങൾ ഇങ്ങനെയുള്ള യഹൂദ ആചാരങ്ങളിലേക്ക് തിരിച്ചു പോയപ്പോൾ അവരോട് അന്ന് പറഞ്ഞതാണ് എന്ത്? ഈ കാര്യങ്ങൾ. അപ്പൊ ചില വാക്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് വായിക്കാം. ഗലാത്യ 3:2 വാക്യം. ഗലാത്യ 3:2 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അവരോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് എന്ത് ചെയ്തപ്പോഴാണ്? ന്യായപ്രമാണം ആചരിച്ചിരുന്ന സമയത്താണോ നിങ്ങൾക്ക് കിട്ടിയത്? അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് അനുസരിച്ചപ്പോഴാണ്? അപ്പോൾ പത്രോസ് പ്രസംഗിച്ച പ്രസംഗം, ആദ്യത്തെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നതാണ് നിങ്ങൾക്ക് ലഭിക്കും. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അന്ന് സ്നാനമേറ്റു. അന്ന് 3000 പേര് അവരുടെ വാക്കനുസരിച്ച് സ്നാനമേറ്റു. പിന്നീട് നമുക്ക് കാണാം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസ്, പ്രൊക്കോറോസ്, തിമ്മോൻ, പർമനാസ്, ഫിലിപ്പോസ് ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുകയാണ് സഭയിൽ മേശകളിൽ ശുശ്രൂഷിക്കാൻ. ആ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിൽ എന്തുണ്ടായിരുന്നു? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് സാക്ഷ്യമുള്ള 7 പേരെയും തെരഞ്ഞെടുത്തു. അപ്പൊ അവർക്ക് ഓൾറെഡി ആരെ കിട്ടിയിരുന്നു? പരിശുദ്ധാത്മാവിനെ കിട്ടിയിരുന്നു. ആ പരിശുദ്ധാത്മാവിന് നിറവുള്ളവരാണ് തെരഞ്ഞെടുത്തത്. ആത്മാവ് നിറഞ്ഞവരാണ്, ജ്ഞാനമുള്ളവരാണ്. കാരണം അപ്പോസ്തലന്മാരെ കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഉപദേശം കേട്ട് കടന്നുപോയി. അവര് ജാഗ്രതയുള്ള, വ്യക്തമായിട്ട് അവർ ദൈവത്തിന്റെ വചനം ജാഗ്രതയോട് പഠിച്ചവരാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അവരുടെ കാൽ കീഴിലിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പുതിയ ഉടമ്പടി പ്രകാരം കർത്താവിന്റെ സുവിശേഷത്തിന്റെ ആ സത്യങ്ങൾ, ആത്മീയ സത്തുകൾ അവർ ഉൾക്കൊണ്ട് പഠിച്ചവരാണ്. അവർക്ക് ജ്ഞാനമുണ്ട്, അത് കാരണം ക്ലാരിറ്റി ഉണ്ട്. ദൈവത്തിന്റെ വചനം ശരിക്കും പഠിക്കാൻ അവസരം ലഭിക്കുമ്പോൾ, അതിനെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ക്ലാരിറ്റി, ജ്ഞാനമുണ്ട്. കൂടാതെ ആത്മാവ് നിറഞ്ഞവരാണ് അവർ. അങ്ങനെയുള്ളവരെ തന്നെ. കൂടാതെ നല്ല സാക്ഷ്യം, കാരണം അതിനനുസരിച്ച് ജീവിക്കുകയും കൂടി ചെയ്യാൻ എല്ലാവരുടെയും ഇടയിൽ മതിപ്പുള്ളവരാണ്. എല്ലാവരുടെയും ഇടയിൽ അവരെ അറിയാം, അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ പ്രിയപ്പെട്ടവരെ നോക്കണം, അവിടെ അവർക്ക് ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ കിട്ടിയത്, അതോ സുവിശേഷത്തിന് പ്രസംഗം ലഭിച്ച ഇല്ലെങ്കിൽ അനുസരിച്ച് കൊണ്ടാണോ എന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് അത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കാരണം മത്തായി സുവിശേഷം 28:18 മുതൽ 19 വരെ വാക്യങ്ങൾ ചോദിക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്നാണ് യേശു പറഞ്ഞത്. ഗലാത്യ ലേഖനം 3:4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. ഗലാത്യ 3:4-5. അതുകൊണ്ട് ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. വെറുതെ അത്രേ എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ
ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ 3-ാം വാക്യത്തിലും കാണാം, ആത്മാവുകൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആസ്വദിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ്, പാപമോചനം ലഭിച്ചവരാണ്, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നവരാണ് ഇവർ. എന്നിട്ട് അവരെ തിരിച്ച് വീണ്ടും ആ ജഡിക നിയമമായ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ചോദിക്കണം, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ നിങ്ങൾ? വെറുതെ എന്ന് വരികിൽ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ അത് ചെയ്യുന്നത് ചോദിക്കണം. അപ്പം ന്യായപ്രമാണത്തിന്റെ പ്രസംഗത്താൽ ഇല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്, പുതിയ നിയമം ഉടമ്പടി പ്രകാരമുള്ള സ്നാനം, ഇതൊന്നും ന്യായപ്രമാണത്തിൽ ഉള്ളതല്ല, പുതിയ വിൽപ്പത്ര പ്രകാരമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതെല്ലാം പുതിയ ഉടമ്പടി പ്രകാരമാണ് ലഭിച്ചതെങ്കിൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും പഴയ ആചാരങ്ങൾ അതിലേക്ക് പോകും. ഗലാത്യ 5:2-4 വരെ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അതുകൊണ്ട് പഴയ നിയമം ആചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരിൽ നിന്ന് വേർപെട്ടു പോണേ? പുതിയ ഉടമ്പടി ലഭിച്ചിട്ടും പുതിയ ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങൾ ദൈവം തന്നിട്ടും ക്രിസ്തുവിലൂടെ എല്ലാം ദൈവം ഒരുക്കിയിട്ടും നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിട്ടും പഴയത് അനുസരിക്കാൻ, പഴയതിൻ്റെ ആചരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കാല് പഴയതിലേക്ക് വെച്ചാൽ ആരോട് വേർപെട്ടു പോകണമെന്ന് പറഞ്ഞത്? ക്രിസ്തുവിനെ കൊണ്ട് നിനക്ക് ഒരു പ്രയോജനമില്ല സഹോദര. ക്രിസ്തുവിൽ നിന്ന് നീ വേർപെട്ട് പോയി, കൃപയിൽ നിന്ന് നീ വീണു പോയി എന്നാണ് പറയുന്നത്. അതുപോലെ 6:15 വാക്യം, ഗലാത്യ 6:15 ഓർമ്മിപ്പിക്കുന്നു, പരിച്ഛേദനയല്ല അഗ്രചർമ്മമല്ല പുതിയ സൃഷ്ടിയത്രേ കാര്യം. അപ്പൊ പരിച്ഛേദനയാണോ? നീ യഹൂദനായിട്ട് ജീവിക്കണം. പുതിയ ഉടമ്പടി വന്നതിന് ശേഷമാണ്. പുതിയ ഉടമ്പടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ യേശു പുതിയ ഉടമ്പടി പ്രാബല്യത്തിൽ വരുത്തുന്നതിന് മുമ്പാണെങ്കിൽ യഹൂദ ഉടമ്പടി അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ദൈവം പണ്ടത് കൊടുത്ത മോശയ്ക്ക് ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. പക്ഷേ ക്രിസ്തു പുതിയ നിയമം, പുതിയ ഉടമ്പടി പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ കാര്യത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത്? ക്രിസ്തുവിനോട് വേർവിട്ട് പോയി, അതിൽ നിന്ന് കൃപയിൽ നിന്ന് വീണുപോയി. അപ്പം ആ ഒരു മേഖലയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ പരിച്ഛേദനയാണോ? അല്ല. ഇനി പുറജാതികളായിട്ടുള്ള മനുഷ്യർ അവർ പരിച്ഛേദന ഏൽക്കാതെ അവരവരുടെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ച് വല്ല പ്രയോജനമുണ്ടോ? അവർക്ക് വല്ല ഗുണമുണ്ടോ? അവർക്കും ഒരു ഗുണമില്ല. അപ്പം പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമില്ല, പിന്നെ എന്താണ്? ഇത് രണ്ടുമല്ലാത്ത ഒന്നുണ്ട്, പുതിയ സൃഷ്ടി. എത്ര കാര്യം! ആ പുതിയ സൃഷ്ടി അത് വളരെ മനോഹരമാണ്. ഗലാത്യ 4:9-10 വരെ വാക്യങ്ങൾ വായിക്കും. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതിയതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന്റെ അപ്പോസ്തലൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം പഠിപ്പിച്ച സത്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഗ്രഹിച്ച് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പോകുമ്പോൾ അവർക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയെന്ന പൗലോസ് പറഞ്ഞത്. കാരണം അവരെന്ത് ചെയ്യാൻ പോയി? ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നു. എന്നിട്ട് പറയണം എങ്ങനെയാണ് അവർ എന്തിലേക്ക് പോകണം? ഉത്സവങ്ങൾ, നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, ഉത്സവങ്ങൾ, ആണ്ടുകൾ, കാലങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പ്രമാണിക്കുക. ആ കാലഘട്ടത്തിൽ അത് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത് എഴുതിയത്. ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് വന്നിട്ടും ഇങ്ങനെയൊക്കെ ആചരിക്കാൻ പോയി അത് കാണുകയാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം എഴുതി. അതിനുശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെയും എബ്രായ ലേഖനം എഴുതുകയാണ്. അപ്പൊ അതുകൊണ്ട് പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയില്ലേ? ഇത്രയും ഞാൻ അധ്വാനിച്ചിട്ടും നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടും നിങ്ങൾ പിന്നെയും എന്തില്ല? നിങ്ങൾക്ക് പിന്നെയും ക്ലാരിറ്റി ഇല്ല കാര്യങ്ങളെ കുറിച്ച്.
പുതിയ ഉടമ്പടിയുടെ കാര്യങ്ങൾ പഠിച്ചിട്ട് ക്ലാരിറ്റി ഇല്ലാതെ കടന്നു പോവുകയാണ്. അപ്പം എന്താ സംഭവിച്ചത്? ഗലാത്യ 1:6 മുതൽ 9 വരെ വാക്യങ്ങൾ പറയുന്ന പോലെ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറെ സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. എന്നിട്ട് പറയണേ, അത് വേറെ സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളയാനിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ പഠിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അത് ആ ശാപകരമായ കാര്യങ്ങൾ കേട്ട് അതിലേക്ക് തിരിച്ചു പോകുന്നവർക്കും എന്ത് സംഭവിക്കണം? ശാപത്തിലേക്ക് പോകും. അവർ കേൾക്കുന്നതും പഠിക്കുന്നതും പിന്നെയും പഴയതിലേക്കാണ്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി യെരുശലേമിലല്ല, ഇന്ന് ധാരാളം പേര് യെരുശലേം കാത്തിരിക്കുകയാണ് ഒരാലയം പണിയാൻ. നോക്കാം. ഇതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിലും നമ്മൾ ചിന്തിക്കണം, ക്രിസ്തുവിന്റെ മരണശേഷം യഹൂദിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? കർത്താവ് യേശുവിന്റെ മരണത്തിന് ശേഷം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റ് ഒരു പാട്ട് പാടിയിട്ട് നല്ലൊരു പാട്ട് അടുത്ത സെക്ഷനിൽ